ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഈ ക്യാൻസർ എന്നുള്ള രോഗം ശരിക്കും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കാലം ചികിത്സിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയത്തിന് നേടി തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കും നമുക്കൊരു കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ചില ടൈമിൽ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ സ്റ്റോപ്പ് ആക്കേണ്ട കുറച്ച് കാലഘട്ടങ്ങളുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല കേട്ടോ. ഇതിന്ന് ഞാൻ ആരെയും എന്നാ പറയുക പേടിപ്പിക്കാനോ അങ്ങനെയൊന്നും പറയുന്നല്ല. എല്ലാവരും ഒരുപോലെയല്ല. ചില ടൈമുകളിൽ നമുക്ക് നമ്മുടെ ഒരു രോഗം 4th സ്റ്റേജ് ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് ഓൾറെഡി ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ ചില ഒരു എന്നാ പറയുക അത് കുറച്ചും കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ആദ്യം നമുക്ക് ക്യാൻസർ 1 വരാം, അല്ലെങ്കിൽ പിന്നെ 2 വരാം, ചിലപ്പോൾ 3 വരാം, ചിലപ്പം 4 വരാം. അപ്പം നമുക്ക് പലതരത്തിലുള്ള മരുന്നുകളാണ് ഓൾറെഡി നമ്മുടെ ബോഡിയിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്യുക, നമുക്ക് തരികയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു 8 തരം മരുന്ന് വരെ പരമാവധി ഡോക്ടേഴ്സ് നമുക്ക് തരും. പക്ഷെ അതുവരെ നമുക്കത് എത്രത്തോളം നമുക്ക് എഫക്റ്റ് ആകുന്നു, അല്ലെ അത് എഫക്റ്റ് ആകാതിരിക്കുന്ന ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൂടെ നിൽക്കുന്നവർക്ക് അല്ല ഈ പേഷ്യൻസിനും ഒക്കെ ഒരു ദിവസം കൂടി ജീവിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കാരണം പിന്നെ അവർ പാലിയേറ്റീവ് കെയർ മാത്രം മതി, പിന്നെ അവരെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ ഞാൻ പറയുന്നത്. കാരണം എല്ലാ ക്യാൻസേഴ്സും അങ്ങനെയല്ല. ചില തരത്തിലുള്ള ക്യാൻസറുകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 1st സ്റ്റേജ് ആയിക്കോട്ടെ ഓക്കെയാണ്, 2nd സ്റ്റേജ് ആയിക്കോട്ടെ, 3rd സ്റ്റേജ് ആയിക്കോട്ടെ, 4th സ്റ്റേജ് ആണെങ്കിലും നമ്മൾ കുറേ കാലം നമ്മൾ മുമ്പോട്ട് ഓക്കെ ആയിട്ട് നമ്മൾ പോകും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു ടൈമിലാണെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സൊക്കെ നോക്കിയാൽ മതി എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് കേട്ടോ.